ഞാനിവിടെ പറയാൻ പോണത് നമ്മുടെ ബോച്ചേറ്റി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഡ്രോ 10 മണിക്ക് രാത്രി 10:30 10 മണിക്കോ ആയിട്ട് നമ്മുടെ ഡ്രോ എടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് 30 ദിവസത്തെ ഒരു 30 ലോട്ടറി ടിക്കറ്റാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് 1 ഡേ 2 ഡേ 3 ഡേ 1 ഡേ 2 ഡേ 3 ഡേ ഈ 3 ദിവസവും എനിക്ക് 100 രൂപ വെച്ച് പ്രോത്സാഹന സമ്മാനമായിട്ട് 100 രൂപ വെച്ച് കിട്ടി. ആ പൈസ കിട്ടിയ പൈസ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നത് എന്നുള്ള ഒരു സിസ്റ്റമാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ആ വെബ്സൈറ്റിൽ കയറി www.com എന്ന വെബ്സൈറ്റിൽ കയറി അതിനകത്ത് സൈൻ ഇൻ. അപ്പോൾ അവിടെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്ന ഒരു പാസ്വേഡ് ആ പാസ്വേഡ് കൊടുത്ത് ഞാൻ സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ ലോഗിൻ സക്സസ് ആയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ എൻ്റെ ഒരു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ബാലൻസ് എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. എനിക്ക് 300 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഒരു ചായപ്പത്തി മേടിച്ചു. 10 ലക്ഷമാണ് ഡെയിലി ലോട്ടറി അടിക്കുന്നത്. അപ്പം 10 ലക്ഷം ഡെയിലി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എനിക്ക് 26 ദിവസമാണുള്ളത്. ആ ദിവസം ഉള്ളപ്പോഴാണ് എനിക്ക് 3 ദിവസം കിട്ടിയ 300 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ വിഡ്രോ ചെയ്യുകയാണ്. 10 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിളി വരും. ഇപ്പോൾ പ്രസന്റിലി ബോബി ചെമ്മണ്ണൂർ നമ്മുടെ മൊബൈലിലേക്ക് ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ച് നമുക്ക് കൺഗ്രാജുലേഷൻ പറയും. എൻ്റെ കൂടെ മേടിച്ച പല വ്യക്തികൾക്കും, അതായത് അന്ന് എൻ്റെ ലോട്ടിൽ മേടിച്ച പല വ്യക്തികൾക്കും ഇന്ന് 10 ലക്ഷം അടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്നെ പോലെ 100 രൂപയുടെ പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുള്ള പല വ്യക്തികളുണ്ടാവും. 5000 10,000 അങ്ങനെയുള്ള പ്രോത്സാഹന സമ്മാനവും മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ ഈ 300 രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം 300 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് വിഡ്രോ കാണിക്കുവാണ്. എൻ്റെ കൊടുക്കുന്നു. ഇത്രയും ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ്, എൻ്റെ അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു. എൻ്റെ IFSC കോഡ് കൊടുത്തു, HDFC ബാങ്ക് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റോറിൽ നിന്നും ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക് വന്നോളും. ഇവിടെ നമുക്ക് ചെക്ക് ബാലൻസ് നോക്കാം. ഇപ്പോൾ എൻ്റെ 300 രൂപ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിഡ്രോയ്ക്ക് വേണ്ടി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്ക് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളും. വരുമ്പോൾ ഇവിടെ 0 ആയിട്ട് മാറും. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിന്നിങ് ബാലൻസ്. അപ്പം ഇവിടെ വിഡ്രോയിലേക്ക് നമ്മൾ കൊടുത്തു. അതിനെ സബ്മിറ്റ് ചെയ്തു. റിക്വസ്റ്റ് വിഡ്രോ മണി ഹാസ് ബീൻ പ്ലേസ്ഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ കൊടുത്തപ്പം ആ എമൗണ്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എൻ്റെ ബാലൻസിൻ്റെ എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ ബാലൻസ് വന്നിട്ട് 0 ആയി. അതായത് 300 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഔട്ടായി. ഇനി എൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയിക്കോളും. ഇതാണ് ഈ ഒരു നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രൊസീജിയർ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.